Hi friends, welcome back to Richpearls Talks. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചുരിദാർ സെറ്റുകളാണ്. ഇതുപോലെ തന്നെ സെയിം അല്ല, ഞാൻ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ചുരിദാർ സെറ്റുകളായതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്തത്. ഈ ഒരു ഡ്രസ്സിന് നമുക്ക് എപ്പോഴും നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു. അതായത് ജോർജറ്റിൽ വരുന്ന സീക്വൻസ് വർക്ക്സ്, ത്രെഡ് വർക്ക്സ്, ത്രൂ ഔട്ട് വർക്കായിട്ടുള്ള ജോർജറ്റ് സൽവാർ സ്യൂട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത എന്താണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലത്തെ പ്രോഡക്ട്സ് വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നിങ്ങൾ വാട്സാപ്പ് ത്രൂ ആയിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ഷെയർ ചെയ്തിട്ടായിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ തൊട്ട് നമ്മൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസാണ്. ഇന്നത്തെ ഒരു ട്രയൽ വീഡിയോ ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ ഒരു ഡെമോ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് പർച്ചേസ് മാത്രമാണ് നമുക്കൊരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാം. അല്ലാത്തവർക്ക് വേണ്ടി നമ്മളിതിലൊരു ഡെമോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലത്തെ പ്രോഡക്ട്സ് ആരും വാട്സപ്പിൽ എൻക്വയറി ചെയ്യരുത്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻസ് എല്ലാം നമ്മളിതിൽ ഡെമോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പർച്ചേസിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുക്കുന്ന കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കുക. 8281097388 ആണ് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ. വാട്സാപ്പിൽ വിളിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൾ കണക്റ്റഡ് ആവില്ല. വെബ്സൈറ്റ് ത്രൂ ആയതുകൊണ്ട് ഇനി വാട്സാപ്പിൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് 10 AM to 6 PM ആണ്. അതിനുള്ളിൽ അതായത് ഇൻ ബിറ്റ്വീൻ 10 to 6 നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 6 മണിക്ക് ശേഷം കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളിൽ വിളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് സെറ്റ് വരുന്നത് ജോർജറ്റ് ആണ്. ജോർജറ്റിൽ ത്രൂ ഔട്ട് ഇങ്ങനെ ഈ ഒരു സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കാണ്. ഫ്രണ്ട് പോർഷൻ ഫുൾ ഇങ്ങനെ സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കാണ് പോകുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൽ ഈ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ ഈ സീക്വൻസ്. പിന്നെ പിൻടെക്ക് പോലെയാണ് ഇത്. ത്രൂ ഔട്ട് ഇങ്ങനെ സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കാണ് കേട്ടോ. അതും ഈ ടീൽ ബ്ലൂ മോസ്റ്റ് ഡിമാൻഡിങ് ഷെയ്ഡ്സ് ആണ് എല്ലാം. ഇതിൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്, പ്ലെയിൻ ജോർജറ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ ഷോളിലും വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഷോള് സെയിം ടോണാണ് വരുന്നത്. സെയിം ജോർജറ്റിൽ ത്രൂ ഔട്ട് ഈ മെഷീൻ എംബ്രോയിഡേർഡ് പോകുന്നുണ്ട്. അതുപോലെ ത്രൂ ഔട്ട് ഈ ഒരു ലേസ് വെച്ചിട്ട് പാച്ച് ചെയ്യുന്നുണ്ട്. നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെയുള്ള ജോർജറ്റ് ഷോളാണ്. വിത്ത് ലൈനിങ് ആണ് ബോട്ടം വരുന്നത്. ബോട്ടം പ്ലസ് ലൈനിങ് സാൻഡൂൺ ഫാബ്രിക്സ് ആണ്. 4 meters അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രൈസ് ചെയ്യുന്നത് 1150 ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല റെഡ് ഷെയ്ഡാണ്, ചില്ലി റെഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഈ ഒരു യോക്ക് പോർഷൻ ഫ്രീ ആയിട്ടാണ്. കുറച്ച് ഭാഗം പ്ലെയിനും പിന്നെ അവിടെ നിന്നാണ് സീക്വൻസ് വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കൊരു യോക്ക് പോർഷൻ പോലെ ഇങ്ങനെ കൊടുക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. സീക്വൻസും ത്രെഡ് വർക്കും ഒക്കെ പോകുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ. ബാക്ക് പ്ലെയിൻ ജോർജറ്റ് ആണ്. ബാക്ക് സെയിം ടോൺ തന്നെയാണ്. ജോർജറ്റ് വിത്ത് എംബ്രോയിഡേർഡ് മെഷീൻ എംബ്രോയിഡേർഡ് ഫ്ലവേഴ്സാണ് പോകുന്നത്. ത്രൂ ഔട്ട് ലേസ് വെച്ച് പാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലസ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ഷാൻഡൂൺ ആണ്. ബോട്ടം പ്ലസ് ലൈനിങ് ഫാബ്രിക്സ് 4 meters ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പ്രൈസ് സെയിം തന്നെ 1150. നെക്സ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഇത് കുറച്ച് വേരിയേഷൻ ഈ ഒരു കളർ എപ്പോഴും നമുക്ക് വീഡിയോസിൽ വരാറുണ്ട്. ഒരു സ്ലൈറ്റ് വേരിയേഷൻ പ്രതീക്ഷിക്കാം. പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഷെയ്ഡാണ്. മോസ്റ്റ് ഡിമാൻഡിങ് കളറാണ്. എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കളേഴ്സാണ് ഇതെല്ലാം. ഇത്ര നേരം കാണിച്ചിരുന്ന എല്ലാ സെറ്റിൻ്റെയും ഈ ഒരു ലോവർ പോർഷനിൽ ഇങ്ങനൊരു ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊരു എംബ്രോയിഡേർഡ് വർക്ക് ഒരു ലേസ് പോലെ താഴെ ഭാഗത്ത് വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സീക്വൻസ് വർക്ക് പ്ലസ് ത്രെഡ് വർക്ക് പോയിരിക്കുന്നു. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. ഷോളും ഇതുപോലെ തന്നെ സെൽഫ് എംബ്രോയിഡേർഡ് ആണ്. ജോർജറ്റ് ഷോൾ പ്ലസ് ലേസ് പാച്ചിങ് വരുന്നുണ്ട്. ബോട്ടം പ്ലസ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 1150 ആണ് പ്രൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല പിങ്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ്. ഇതുപോലെ തന്നെ സീക്വൻസ് വർക്ക് പോകുന്നു. ബാക്ക് പോർഷൻ പ്ലെയിൻ ജോർജറ്റ് ആണ്. സെൽഫ് ഷെയ്ഡ് ജോർജറ്റ് ഷോളാണ് വരുന്നത്. ബോട്ടം പ്ലസ് ലൈനിങ് സോഫ്റ്റ് ഷാൻഡൂൺ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ഒനിയൻ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. അതിലും ഇങ്ങനെ തന്നെ സീക്വൻസ് വർക്കൊക്കെ സെയിം തന്നെയാണ്. ബാക്ക് പോർഷൻ പ്ലെയിൻ ജോർജറ്റ് ആണ്. ഇതാണ് ഈ സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. സെൽഫ് എംബ്രോയിഡേർഡ് ആണ്. ജോർജറ്റിൽ തന്നെ സെൽഫ് കളറിൽ എംബ്രോയിഡേർഡ് വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് പാച്ചിങ് ഉണ്ട്, ലേസ് പാച്ചിങ് ഉണ്ട്. ബോട്ടം പ്ലസ് ലൈനിങ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ്. ആഷ് കളറാണ്.
ത്രൂ സീക്വൻസ് പോകുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ജോർജറ്റ് ആണ്. സെൽഫ് കളർ തന്നെയാണ് ഇതിൻ്റെ ബോട്ടവും ഷോളും എല്ലാം പെയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. സെൽഫ് മെഷീൻ എംബ്രോയിഡേഡ് ഷോൾ വരുന്നു. സോഫ്റ്റ് ഷാൻഡൂൺ ബോട്ടം പ്ലസ് ലൈനിങ്. പ്രൈസ് 1150. വരുന്നത് നല്ല ബ്രിക്ക് ഷെയ്ഡാണ്, ഒരു ലൈറ്റ് ബ്രിക്ക് ഷെയ്ഡാണ്. ഫ്രണ്ട് പോർഷൻ സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. സെൽഫ് കളേഴ്സ് തന്നെയാണ് പെയർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. സെൽഫ് ജോർജറ്റ് മെഷീൻ എംബ്രോയിഡേഡ് ഷോൾ വരുന്നു. ബോട്ടം പ്ലസ് ലൈനിങ് ഷാൻഡൂൺ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ്. സീക്വൻസ് വർക്ക് ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. ബാക്ക് പ്ലെയിൻ ജോർജറ്റ് ആണ്. ഈ ഒരു സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. പ്രൈസ് 1150. ഇനി ഈ കാണിക്കുന്ന സെറ്റ് തൊട്ട് ചെറിയ ഡിസൈനിലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇതൊരു സീക്വൻസ് വർക്ക് സ്ട്രെയിറ്റ് വർക്കായിരുന്നു. ഇതിങ്ങനെ ചെറിയൊരു ഒരു ഡിസൈനിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. താഴെ ഒരു ബോർഡേഴ്സ് പോലെ വരുന്നു. സെൽഫ് ജോർജറ്റ് തന്നെയാണ് ഷോള്. അതുപോലെ ലേസ് ത്രോട്ട് പാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ പോകുന്ന ഒരു ഡിസൈൻസിൽ മാത്രം ചെറിയൊരു വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പ്ലസ് ബോട്ടം. പ്രൈസും സെയിം തന്നെ 1150. വൺ നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്. ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു ഡിസൈനിലും 4 കളർ ചേഞ്ചസ് ആണ് വരുന്നത്. ഈ ഒരു ഡയമണ്ട് ഷേപ്പാണെന്ന് മാത്രം വർക്ക്. താഴെ പോർഷനിൽ ഒരു ബോർഡർ പോകുന്നുണ്ട്. ബാക്ക് പ്ലെയിൻ ജോർജറ്റ് തന്നെയാണ്. സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. സെയിം കളേഴ്സ് തന്നെയാണ് ഷോളും ബോട്ടവും എല്ലാം. പ്രൈസും സെയിം തന്നെ 1100. ബ്രിക്ക് ഷെയ്ഡാണ് വരുന്നത്. സെയിം ഫീച്ചേഴ്സ് തന്നെ. സെൽഫ് എംബ്രോയിഡേഡ് ഷോൾ പ്ലസ് ബോട്ടം. ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രൈസ് 1150. കളറ് നല്ല കളറാണ്. നല്ല ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൻ്റെ ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. സ്റ്റിച്ച് ചെയ്ത് നല്ല പാറ്റേൺസിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി. ഞാനിതുപോലെ തന്നെ ഈ പ്ലെയിൻ സ്ലീവ് കൊടുത്തു. ഈ ഒരു ഡിസൈൻ ചെറിയൊരു പാച്ച് ബോർഡേഴ്സിലൊക്കെ കൊടുത്തു. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ നല്ല ഭംഗിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ ബോട്ടവും ഷോളും കാണാം. ഇതിൻ്റെ ഫുൾ സെറ്റ് വരുന്നത് ഷോള് സെയിം കളറ്, ബോട്ടം പ്ലസ് ലൈനിങ്, സോഫ്റ്റ് ഷാൻഡൂൺ ആണ്. പ്രൈസ് 1150. നേരം നമ്മൾ കാണിച്ചത് ജോർജറ്റ് ആയിരുന്നു ഫാബ്രിക്സ്. ഇതൊരു സെമി സിൽക്കാണ്. നല്ലൊരു ഷൈനിങ്, അതാണ് വ്യത്യാസം. ജോർജറ്റിൽ ഒരിക്കലും ഷൈനിങ് വരില്ല. സെമി സിൽക്കിൽ ചെറിയൊരു ഷൈനിങ് ടെക്സ്ചറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എംബ്രോയിഡേർഡും ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇങ്ങനെയാണ് ത്രൂ ഔട്ട് ഫ്രണ്ട് പോർഷൻ. ഇങ്ങനെയാണ് സീക്വൻസ് വരുന്നുണ്ട്. അതുപോലെ ഡോറി ത്രെഡ് വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മിക്സിങ് വർക്കാണ് വരുന്നത്. ബാക്ക് പ്ലെയിൻ തന്നെയാണ്. ബാക്ക് പോർഷൻ പ്ലെയിൻ സെമി സിൽക്ക് തന്നെയാണ് ഫാബ്രിക്സ് വരുന്നത്. ഇതെല്ലാം കോൺട്രാസ്റ്റ് ആണ്. ഷോള് പ്ലസ് ബോട്ടം കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഷോള് നല്ല ഷോളാണ് കേട്ടോ. നല്ല ഇങ്ങനെ ഒതുങ്ങി കിടക്കണ ത്രൂ ഔട്ട് ഇങ്ങനെയാണ്. ഇതിലൊരു വർക്ക് കണ്ടോ? നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ത്രൂ ഔട്ട് പോകുന്നത്. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഡിഫറെൻറ്റ് ഷോളാണ് വരുന്നത്. ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു താഴെ പോർഷനിൽ തിക്കായിട്ട് ഈ വർക്ക് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒതുങ്ങി കിടക്കും. തട്ടായിട്ട് ഇടാനോ മേത്ത് ചേർന്ന് കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ബോട്ടം സോഫ്റ്റ് ഷാൻഡൂൺ തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. പ്രൈസ് സെയിം തന്നെയാണ്. 1150. എല്ലാവർക്കും ഇഷ്ടമുള്ള ഡാർക്ക് നേവി ബ്ലൂ ഫാബ്രിക്സ് ആണ്. ഇത് നമുക്ക് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഒരു ഷൈനിങ് ടെക്സ്ചറൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയുണ്ട്. എന്നാൽ അത്രയ്ക്ക് വലിയൊരു തിളക്കം എന്ന് പറയാനൊന്നുമില്ല. ചെറിയ സീക്വൻസ് ആണ് ത്രൂ ഔട്ട് പോകുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റുകളാണ്. അതുപോലെ ഈ ഒരു കോൺട്രാസ്റ്റ് ദുപ്പട്ടയും ഇതിന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. ദുപ്പട്ടയുടെ ആ ഒരു വർക്കും നല്ലൊരു ഡിഫറെൻ്റ് ആണ്. ഇതൊരു ലെങ്ത്ത് 47 ഒക്കെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 46.5 ഒക്കെ നമുക്ക് കിട്ടും. ഷോള് വരുന്നത് ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ്. പിങ്കിഷ് മെറൂൺ പോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. അതിൻ്റെ ഒരു വർക്കും നല്ല ഡിഫറെൻ്റ് ആണ്. ഒരു ചെറിയ ഒരു ത്രെഡ് പോലെയും സീക്വൻസും ഒക്കെ ആയിട്ടുള്ളൊരു മിക്സിങ് വർക്കാണ് പോകുന്നത്. ഷോളിൻ്റെ വർക്ക് ഞാൻ ഒന്നുകൂടിയും ക്ലോസ് ആയിട്ട് കാണിക്കാം. ഇങ്ങനെയാണ് ഷോളിൻ്റെ വർക്ക് വരുന്നത്. ഇതിൻ്റെ ലോവർ പോർഷനിൽ ഇങ്ങനെ തിക്കായിട്ട് വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള, ഡയറക്റ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡും അതുപോലെ നല്ല ഭംഗിയുള്ള വർക്കും ആണ് ഈ സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. നല്ല ഭംഗി, ഡയറക്റ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. പ്രൈസ് സെയിം തന്നെ 1150. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ കളറും സൂപ്പറാണ്. നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീനാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് അധികം നമുക്ക് കിട്ടാത്തൊരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. കൂടെ പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഒരു സ്റ്റാൻഡേർഡ് ഷെയ്ഡാണ്. ഡാർക്ക് ഒലിവ് ഗ്രീനിൽ ഈ ഒരു വർക്കും കൂടി ആകുമ്പോൾ
നല്ല ഭംഗിയുണ്ട്. വർക്ക് കാണുന്നില്ലേ? അടിഭാഗത്ത് കുറച്ചും കൂടെ തിക്കായിട്ട് കൊടുത്തിരിക്കുന്നു. ത്രൂ ഔട്ട് ഈ ഒരു വർക്കും ഈ ഒരു കുഞ്ഞ് സീക്വൻസ് വർക്കും പോകുന്നുണ്ട്. ബോട്ടം പീസ് ഷാൻഡൂൺ തന്നെയാണ്. ഇതാണ് ഈ സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. ഫസ്റ്റ് വണ്ണും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ചില്ലി റെഡാണ്. ചില്ലി റെഡിൽ ബോട്ടിൽ ഗ്രീനാണ് പെയർ ചെയ്തിരിക്കുന്നത്. ചില്ലി റെഡ് ആൻഡ് ബോട്ടിൽ ഗ്രീൻ നല്ല കോമ്പിനേഷനാണല്ലോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. നേരത്തെ ഓപ്പോസിറ്റ്, അതായത് നേരത്തെ സെറ്റിൽ ഇതായിരുന്നു കളർ ഷോള്. ഇത് നല്ല ബോട്ടിൽ ഗ്രീനിൽ ഈ വർക്ക് വന്നപ്പോൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സീക്വൻസും ഈ ഒരു ഷൈനിങ് ടെക്സ്ചറും എല്ലാം കൂടി നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം വിതിൻ സ്മോൾ ബഡ്ജറ്റ്. അപ്പം ഇതിൻ്റെ കോൺട്രാസ്റ്റ് വരുന്നത് റെഡ് തന്നെ. ബോട്ടിൽ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ സൂപ്പർ കളക്ഷൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം പീസ് സാൻഡൂൺ ആണ്. ഏറ്റവും നല്ല കളർ കോമ്പിനേഷൻ തന്നെയാണ്. നല്ല ഒരു പിങ്കിഷ് റെഡ്, പിങ്കിഷ് മെറൂണും പിങ്കും കലർന്നൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാനായിട്ട്. ഇതിൽ ഈ ഒരു അതായത് ജോർജറ്റിനേക്കാളും കുറച്ചും കൂടെ കാണുമ്പോൾ ഒരു ടെക്സ്ചർ കൂടുതലായിട്ട് ഇതിന് അപ്പിയറൻസ് കിട്ടുന്നുണ്ട്. ഇതിൽ പെയർ ചെയ്തിരിക്കുന്ന ഷെയ്ഡ് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ ആണ് ബോട്ടവും ഷോളും വരുന്നത്. ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. നേവി ബ്ലൂ പ്ലസ് പിങ്കിഷ് മെറൂൺ. നല്ല ഭംഗിയുള്ള സെറ്റാണ്. 1150. നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ്. നേരത്തെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് മസ്റ്റേർഡ് യെല്ലോ പ്ലസ് ഗ്രീൻ വന്നിരുന്നു. ആ ഒരു കോമ്പിനേഷൻ തന്നെ ഈ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ടോപ്പെന്ന് മാത്രം. ഇതാണ് ക്ലോസ് വ്യൂ വരുന്നത്. ഈ ഡോറി ത്രെഡ് പ്ലസ് സീക്വൻസ് വർക്ക് ത്രൂ ഔട്ട് പോകുന്നുണ്ട്. ഇതാണ് ഈ സെറ്റിൻ്റെ ഷോളും ബോട്ടം പീസും വരുന്നത്. മസ്റ്റേർഡ് യെല്ലോ പ്ലസ് ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡ്. പ്രൈസ് സെയിം തന്നെ 1150. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ വെബ്സൈറ്റിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത പ്രോഡക്ട്സുമായി വീണ്ടും കാണാം. ബൈ. ഇനി എങ്ങനെയാണ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് richpearlswomenattire.com എന്ന് തെറ്റാതെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. Richpearls Women Attire. ഇതിൽ റൈറ്റ് സൈഡിൽ അപ്പർ പോർഷനിൽ കാണുന്ന ഈ ഒരു 3 ലൈൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലോഗിൻ ഓപ്ഷൻ കാണും. ഈ ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്താൽ മാത്രമാണ് പിന്നെ സൈറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ഞാൻ ഇതിൽ ചെയ്യുന്നത് സൈനപ്പ് വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അവർ ചോദിക്കും. അതിൽ അക്കൗണ്ട് ചൂസ് ചെയ്യുക. അങ്ങനെ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഷോപ്പ് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് പ്രോഡക്റ്റാണ് എനിക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ GS10 എന്ന കോഡുള്ള ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാണ്. അതിൽ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ബൈ നൗ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ അത് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഷിപ്പിംഗ് ഡീറ്റെയിൽസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നെയിം, നിങ്ങളുടെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നെയിം, അഡ്രസ്സ്, സിറ്റി, ഓരോന്നും അതിൽ ചോദിച്ചിട്ടുള്ളത് പിൻകോഡ് തെറ്റാതെ അടിക്കുക. അതുപോലെ തന്നെ ഫോൺ നമ്പർ തെറ്റാതെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വൺ കണ്ടിന്യൂ ചെയ്യുക. ഇനി ഡെലിവറി മെത്തേഡാണ് അതിൽ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സർവീസാണ് വേണ്ടത്? DTDC ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യൻ പോസ്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾ സ്റ്റോറിൽ വന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ താഴെ വന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. ഫസ്റ്റ് വൺ കാർഡ് പേയ്മെൻറ്റ്സ് ആണ് വരുന്നത്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പേയ്മെൻ്റ് ആണ് ആദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ കാർഡ് ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാർഡ് നമ്പർ ചോദിക്കും. അപ്പോൾ കാർഡിൽ കാണുന്ന നമ്പർ, അത് കഴിഞ്ഞാൽ എക്സ്പയറേഷൻ ഡേറ്റ് അടിച്ചു കൊടുക്കുക. പിന്നെ CVV, നിങ്ങളുടെ കാർഡിൻ്റെ ബാക്കിൽ കാണുന്ന 3 ഡിജിറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ നെയിം അടിക്കുക. പിന്നെ അതിൽ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അഡ്രസ്സ്, സിറ്റി അതെല്ലാം തെറ്റാതെ, പിൻകോഡ് പ്രത്യേകിച്ചും പിൻകോഡും ഫോൺ നമ്പറും തെറ്റാതെ നിങ്ങൾ അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ഇനി കാർഡ് പേയ്മെൻ്റ് അല്ല, UPI പേയ്മെൻറ്റ്സ്, ഗൂഗിൾ പേ, പേടിഎം എക്സെട്ര പേയ്മെൻറ്റ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ റേസർ പേ ക്ലിക്ക് ചെയ്ത് ഈ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ സമ്മറിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഷിപ്പിംഗ് ചാർജ് അടക്കം ഉള്ള ടോട്ടൽ എമൗണ്ടാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ക്രീനാണ് നിങ്ങൾക്ക് അപ്പിയർ ആവുന്നത്. ഇതിൽ ടോട്ടൽ എമൗണ്ടാണ് ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത്, 1150 രൂപ. ഇതിൽ UPI പേയ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഫോൺ പേ, ഗൂഗിൾ പേ എന്നുള്ള ഓപ്ഷൻ വരും. ഇനി നെറ്റ് ബാങ്കിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂസർ ID, പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അത് പേയ്മെൻറ്റ് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിരിക്കും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ക്രീനാണ് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യുന്നത്. അതിൽ ഓർഡർ നമ്പർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ പാഴ്സൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ ലേറ്റ് ആവുകയോ നേരം വൈകി കിട്ടാതിരിക്കുകയോ ചെയ്താൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചിട്ട് ഈ ഓർഡർ നമ്പർ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു മെയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വി ഹാവ് റിസീവ്ഡ് യുവർ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെയിൽ ലഭിക്കും. അതിൽ ഓർഡർ നമ്പർ, അതുപോലെ നിങ്ങൾ ചെയ്ത ഡേറ്റ്, എല്ലാ ഡീറ്റെയിൽസും, അഡ്രസ്സ്, പിന്നെ ഐറ്റം എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലഭിക്കും. ഇനി ഐറ്റം നമ്മൾ ഇവിടുന്ന് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു മെയിലും കൂടെ ലഭിക്കുന്നതാണ്. യുവർ ഓർഡർ ഹാസ് ബീൻ ഷിപ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിലാണ് ലഭിക്കുന്നത്. അതിൽ ഓർഡർ നമ്പർ കാണിക്കുന്നുണ്ട്, അതുപോലെ പ്ലേസ്ഡ് ഓൺ, അതിൽ ഡേറ്റ് കാണിക്കുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇന്ത്യൻ പോസ്റ്റാണ്, അതിലൊരു ട്രാക്കിംഗ് ID കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇവിടെ ട്രാക്ക് ഷിപ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ട്രാക്കിംഗ് ID, അത് ഇന്ത്യൻ പോസ്റ്റ് ആയാലും DTDC ആയാലും ആ ട്രാക്കിംഗ് ID കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് പിന്നെ ഇവിടെ ഈ ഒരു ഇവാലുവേറ്റ് എക്സ്പ്രഷൻ കൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിജിറ്റ്സും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐറ്റം എവിടെ എത്തി എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക്